ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മൊബൈലിന്റെ സ്റ്റോറേജ് എപ്പോഴും ഒരു പകുതിയെങ്കിലും കാലിയായി നിൽക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് പല ആപ്പുകൾ അല്ലെങ്കിൽ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ചില സമയത്ത് നമ്മുടെ സ്റ്റോറേജ് ചില സമയത്തല്ല എല്ലാ സമയത്തും ഫോൺ സ്റ്റോറേജ് ഫുൾ തന്നെ ആയിരിക്കും. ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്താണ് കാണിക്കുക സ്റ്റോറേജ് ഫുൾ എന്നുള്ളത്. ഇതെങ്ങനെ പരിഹരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിന് മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വാട്സപ്പിൽ വരുന്ന ഫോട്ടോകൾ വീഡിയോകൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഓട്ടോ ആയിട്ട് നേരെ ഗാലറിയിൽ പോയി നിൽക്കുന്നത് കൊണ്ടാണ് പലരുടെയും ഫോണ് സ്റ്റോറേജ് ഫുൾ ആവുന്നത്. പക്ഷെ ചില ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും നമ്മളെ വാട്സപ്പിൽ വരുന്ന ഫോട്ടോസ് നേരെ ഗാലറിയിൽ പോട്ടെ, അല്ലെങ്കിൽ അവിടെ കാണുന്നില്ലല്ലോ എന്നുള്ള ചില സബ്സ്ക്രൈബേഴ്സ് ചോദിക്കാറുണ്ട്. പക്ഷെ ചിലരാണെങ്കിൽ പറയുന്നത് ഇത് ഇനി അതിലേക്ക് പോകണ്ട, കാരണം അത് സ്റ്റോറേജ് ഫുൾ ആവുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വാട്സപ്പിൽ വരുന്ന ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് കാര്യങ്ങളെല്ലാം മീഡിയകളൊക്കെ നേരെ പോയി നമ്മുടെ ഗാലറിയിൽ സ്റ്റോർ ആവുന്നതെന്നുള്ളതും ഇനി അതെങ്ങനെയാണ് നമുക്കത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരാം. നമുക്കിവിടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വാട്സപ്പിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പ്രൊഫൈലുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഏതെങ്കിലും ഒരു പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഒരു പ്രൊഫൈൽ നമ്മൾ സെലക്ട് ചെയ്തു. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് വരുന്ന ഫോട്ടോസ് വീഡിയോസ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വാട്സപ്പിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന വാട്സപ്പ് ശരിക്കും ഒരു ആപ്ലിക്കേഷൻ ആണല്ലോ. ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്ന കാര്യങ്ങൾ നേരെ ഗാലറിയിൽ പോയിട്ട് സേവ് ആവുന്നുണ്ട്. ഗാലറി പോയി സേവ് ആയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിലുള്ള സ്റ്റോറേജ് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് തീർന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പലരുടെയും ആവശ്യം ഇങ്ങനെയുള്ള വാട്സപ്പിൽ വരുന്ന ഇമേജുകൾ അവിടെ തന്നെ നിന്നോട്ടെ എന്നുള്ളതാണ്. അതായത് വേണമെങ്കിൽ മാത്രം നമുക്ക് സേവ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷനാണ് കാണിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ സെറ്റിംഗ്സ് ഒന്ന് ആദ്യം എടുക്കുക. അതായത് വാട്സപ്പിൻ്റെ മുകളിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തതിനു ശേഷം സെറ്റിംഗ്സ് എടുക്കുക. അതിനുശേഷം നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. സ്റ്റോറേജ് ആൻഡ് ഡാറ്റ. അവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇവിടെ പറയുന്നുണ്ട് വോയിസ് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് താഴെ വന്നു കഴിഞ്ഞാൽ വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഈ ടിക്കുകളൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കി കൊടുത്തിട്ട് ഓക്കെ കൊടുക്കാം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. അതായത് നിങ്ങളുടെ ഫോണിലുള്ള സ്റ്റോറേജ് ഒഴിവാക്കാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ വെൻ കണക്റ്റഡ് ടു വൈഫൈ എന്നുള്ളതിലും ഇതുപോലെ തന്നെ 4ലും ടിക്ക് ഒഴിവാക്കി കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ ഒരു കാര്യം, ഈ 2 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നത് നേരെ ഗാലറിയിലേക്ക് പോയിട്ട് നമ്മളെ ഫോട്ടോ അല്ലെങ്കിൽ ഗാലറി ഫുൾ ആവുന്ന ഒഴിവാക്കാൻ സാധിക്കും. അടുത്തായി നമ്മൾ എടുക്കുന്നത് ചാറ്റ്സ് ആണ്. ചാറ്റ്സ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം മീഡിയ വിസിബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഷോ ന്യൂലി ഡൗൺലോഡഡ് മീഡിയ ഇൻ യുവർ ഡിവൈസ് ഗാലറി എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഡിവൈസ് ഗാലറിയിലേക്ക് ഫോട്ടോകളോ അല്ലെങ്കിൽ വീഡിയോകളോ സേവ് ആവുന്നതിൻ്റെ ഓട്ടോ ആയിട്ട് സേവ് ആവുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ് മീഡിയ വിസിബിലിറ്റി. ആ മീഡിയ വിസിബിലിറ്റി നിങ്ങളൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ മീഡിയയിലേക്ക് അതായത് നിങ്ങളുടെ ഗാലറിയിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒരു മീഡിയകളും വരില്ല. പക്ഷേ ചില ആളുകളുടെ ആവശ്യം അവരുടെ ഫോണിലേക്ക് ഗാലറിയിലേക്ക് വരണം എന്നാണ്. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അത് ഓൺ ചെയ്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ അവരുടെ ഗാലറിയിലേക്ക് വന്നു നിൽക്കൂ. പക്ഷേ പലരും ആവശ്യപ്പെടുന്നത് വന്നു നിൽക്കണ്ട എന്ന് തന്നെയാണ്. കാരണം അതുവഴി നമ്മുടെ ഫോണിലെ ഗാലറി ഫുൾ നിറഞ്ഞു നിൽക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോറേജ് തീരാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് നിങ്ങൾ നോക്കുക. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു ചാറ്റ് മാത്രം ഓപ്പൺ ചെയ്തിട്ട് നമുക്കിവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ മാനുവലി സേവ് ചെയ്താലും മതി. അപ്പം നിങ്ങളുടെ ഗാലറി പെട്ടെന്ന് നിറയാതിരിക്കാൻ നിങ്ങൾക്ക് സഹായിക്കും. അപ്പോൾ നിങ്ങളുടെ ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും നോക്കി മനസ്സിലാക്കിയതിന് ശേഷം അതുപോലെ ചെയ്യാം. ഏറ്റവും നല്ലത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങളുടെ ഗാലറി കുറേ കാലത്തേക്ക് നിറയാതെ നിൽക്കുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ കമൻസ് താഴെ അറിയിക്കുക.